ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നമുക്കിന്ന് കുന്നത്തൂർ നെടിയവിള ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഞാൻ ഈ ഇൻട്രോ പറയുന്നത് ഉത്സവത്തിന് പോയിട്ട് വന്നതിന് ശേഷമാണ്. ഉത്സവത്തിന് പോകുന്നതിന് മുമ്പ് ഈ ഇൻട്രോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ അപ്പോൾ അമ്പലത്തിലെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. ഉത്സവമൊക്കെ കഴിഞ്ഞ് വന്നു. ഇപ്പോൾ ഏകദേശം ഒരു 9:30 കഴിഞ്ഞു രാത്രിയിൽ. അപ്പോൾ നമുക്ക് ഉത്സവത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. ഉത്സവത്തിന് ഒരുപാട് വെറൈറ്റി കാഴ്ചകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഇതായിരുന്നു നമ്മൾ നെടിയവിള പടിഞ്ഞാറേ ജംഗ്ഷനിൽ ചെന്നപ്പോൾ ഉള്ള കാഴ്ച. ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത് അവിടെ. ഇത്രയും ആൾത്തിരക്കിനിടയിൽ ഒരല്പം പോലും താളം വിടാതെ അവരിങ്ങനെ നിന്ന് കൊട്ടുന്നത് എനിക്ക് എന്നും ഒരു അതിശയമാണ്. നമുക്കിവിടെ നിന്നാൽ പോരാ, അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാണ് കെട്ടുത്സവങ്ങളെല്ലാം വരുന്നത്. നമ്മൾ തിരക്കിനിടയ്ക്കൂടെ പതുക്കെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലേക്ക് നീങ്ങി. ക്ഷേത്രത്തിലേക്കുള്ള വഴിയെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ട് ഇവിടെ കണ്ടു. മഹാവിഷ്ണുവിൻ്റെ രൂപമാണ്. നല്ല രസമുണ്ടായിരുന്നു. ഈ പ്ലോട്ടിൻ്റെ കൂടെ ചെണ്ടമേളമല്ല, പാട്ടാണുള്ളത്. നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ടാണ് ഞാൻ പാട്ട് കേൾപ്പിക്കാതെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. വർണ്ണപ്രകാശങ്ങളുടെ സാന്നിധ്യത്തിൽ ഇതിങ്ങനെ നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും ക്ഷേത്രത്തിലേക്ക് നടന്നു തുടങ്ങി. വഴിയിലൊക്കെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളാണ് കച്ചവടത്തിലേറെയും ഉള്ളത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലെത്തി. ഒരുപാട് വർഷങ്ങൾക്കിപ്പുറമാണ് ഞാൻ നെടിയവിള ക്ഷേത്രത്തിലെ ഉത്സവത്തിനായിട്ട് വരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പിന്നിലുള്ള നെടിയവിള അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ചത്. അന്ന് ക്ലാസ്സിലുള്ള മിക്കവാറും എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ടാണ് രാവിലെ ക്ലാസ്സിൽ കയറിയിരുന്നത്. ബൈ ദ ബൈ, നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് കെട്ടുകാഴ്ചകളൊക്കെ ഇവിടെ ആറാടിച്ച് കഴിഞ്ഞിരുന്നു. നമ്മളിവിടെ ഈ നന്ദികേശരൂപം ആറാടിക്കുന്നതിന് കാളയെടുക്കുക എന്നാണ് പറയുന്നത്. വലിയ കാള, കുതിര, ഫ്ലോട്ട് എന്നിവയുടെയൊക്കെ വരവിനായിട്ട് നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. ഇതിനിടെ പഴയ കുറേ കൂട്ടുകാരെ കണ്ടു, കുറേ സെൽഫിയൊക്കെ എടുത്തു. അപ്പോഴേക്കും ആദ്യത്തെ, അതായത് നമ്മൾ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഇരട്ടക്കാളയാണ് ഈ വരുന്നത്. ഇവിടൊക്കെ ഓണം പോലെ തന്നെ പ്രധാനമാണ് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളും. സദ്യയും വിരുന്നുകാരും എല്ലാം ഈ ഉത്സവങ്ങൾക്കും ഉണ്ടാകാറുണ്ട്. ഇരട്ടക്കാളയ്ക്ക് ശേഷം പിന്നീട് വന്നത് നമ്മൾ ആദ്യം കണ്ട മഹാവിഷ്ണുവിൻ്റെ ആ ഫ്ലോട്ടാണ്. അതിൻ്റെ ശരിക്കുള്ള വർക്കിംഗ് ഇപ്പോഴാണ് മനസ്സിലായത്. അതിനുശേഷം വീണ്ടും വന്നത് ഒരു നന്ദികേശരൂപം അഥവാ കാളയാണ്. നമ്മൾ ഈ വോയിസ് മ്യൂട്ട് ചെയ്തേക്കുന്നതിൻ്റെ കാരണം അവിടെ പാട്ടിട്ടിട്ടുണ്ട്. ചെണ്ടമേളത്തോടൊപ്പം തന്നെ ഭക്തിഗാനവും സിനിമാ പാട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊരു പ്രശ്നമായിട്ട് മാറും എന്നുള്ളത് കൊണ്ടാണ് വോയിസ് മ്യൂട്ട് ചെയ്തത്. അങ്ങ് ദൂരെ ആ പല നിറത്തിലുള്ള ബൾബുകൾ തൂക്കിയിട്ടേക്കുന്നില്ലേ, അതാണ് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഭാഗമാണത്. വീണ്ടും ശിവൻ്റെ ഒരു ഫ്ലോട്ടാണ് വന്നത്. വീണ്ടും ഒരു നന്ദികേശരൂപം അഥവാ കാളയാണ് വരുന്നത്. വാതിലിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ ദയവായി
വരുന്നത് ഒരു വെറൈറ്റി സംഭവമാണ്. നമ്മൾ ഇതുവരെ കണ്ടത് നന്ദികേശ രൂപങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള നന്ദികേശ രൂപങ്ങളല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നന്ദികേശ രൂപങ്ങളുടെ തല ഒരു എരുത്തിൽ അഥവാ കന്നുകാലിക്കൂട് അതിനകത്താക്കി അങ്ങനെ 6 എണ്ണം 6 കാളെ എരുത്തിലു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിനിടയ്ക്ക് അവിടെ ഒരാൾ വന്നിരിക്കുന്നത് കണ്ട് എനിക്ക് ആളെ വേണ്ടത്ര അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നാലും ആ നിപ്പും ഭാവമൊക്കെ കണ്ടപ്പോഴേ എൻ്റെ കണ്ണുകളൊന്നും ഉടക്കിയായിരുന്നു. അങ്ങനെ നമ്മുടെ കുതിര മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ പതുക്കെ വരാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ കുതിരയും അമ്പലത്തിൻ്റെ മുമ്പിലെത്തി ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ അവിടെ നല്ല രീതിയിൽ ചെണ്ടമേളങ്ങളും പലതരത്തിലുള്ള വാദ്യമേളങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കത് ഞാൻ ആദ്യമേ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് കോപ്പിറൈറ്റ് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്കതൊന്നും കേൾപ്പിക്കാൻ പറ്റുന്നില്ല. മ്യൂട്ട് ചെയ്യാനേ പറ്റുന്നുള്ളൂ. പക്ഷേ ആ ഒരു വോയിസും ചെണ്ടമേളവും ഒക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഉത്സവത്തിൻ്റെ ഒരു യഥാർത്ഥ ഫീല് വരുന്നത്. നല്ല അടിപൊളി വൈബായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ആദ്യം കണ്ട് കണ്ണുകളുടക്കിയ ആൾ കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നു. എനിക്ക് അപ്പോഴും ആളെ മനസ്സിലായില്ല. അതിനുശേഷം ആൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മുടെ കോട്ടാത്തല കതിരവൻ എന്ന നന്ദികേശ പ്രജാപതിയാണ്. കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു മുതലാണ് ഈ വരുന്നത്. നമ്മുടെ ഈ ആനക്കേരളത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പാമ്പാടി രാജൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ തെക്കൻ കേരളത്തിൽ ഒരുപാട് ആരാധകരും ആവേശമൊക്കെ ഉള്ളൊരു നന്ദികേശ രൂപമാണ് ഈ കോട്ടാത്തല കതിരവൻ. അതോടൊപ്പം തന്നെ ഉള്ള ഒന്നാണ് മുതുവിലാക്കാട് അഭിമന്യു. അപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു കോട്ടാത്തല കതിരവനെ കണ്ടപ്പോൾ ശരിക്കും എനിക്കങ്ങോട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ ഒരുപാട് കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു നന്ദികേശ രൂപമാണ്, അല്ലെങ്കിൽ കാളയാണ് കോട്ടാത്തല കതിരവൻ. എല്ലാവരും ഒരുപാട് തവണ പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന കെട്ടിടപ്പടി ആറാടിക്കുവാനുള്ള സൗകര്യം ഒരുക്കുക. ഭക്തജനങ്ങൾ അനുയോജ്യമായ സൗകര്യപ്രദമായ കോട്ടയത്തിലെ കതിരവന് തൊട്ടു പിന്നാലെ വീണ്ടും എക്സൈറ്റഡ് ആക്കിക്കൊണ്ട് അടുത്ത ആൾ വന്നു, മുതുവിലാക്കാട് അഭിമന്യു. ഇതും ഞാൻ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാള അല്ലെങ്കിൽ നന്ദികേശ രൂപമാണ്. ഇത് ഞങ്ങൾ നിന്നതിൻ്റെ തൊട്ട് പിന്നിൽ റോഡിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കപ്പോൾ സംശയം ഉണ്ടായിരുന്നു ഇത് അഭിമന്യു തന്നെ ആയിരിക്കും എന്നൊരു സംശയമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഒരേ ഉത്സവത്തിൽ ഒരേ മൈതാനത്തിൽ ഇവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ അറിവിൽ നിശ്ചല രൂപങ്ങൾക്ക് ഇത്രയേറെ ആരാധകരുള്ള തെക്കൻ കേരളത്തിലെ 2 മുതലുകളാണ് ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒന്ന് കോട്ടാത്തല കതിരവനും മുതുവിലാക്കാട് അഭിമന്യുവും. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ നല്ല പൊക്കമുള്ള ഒരു ആൽമരമാണ് ആ സൈഡിൽ നിൽക്കുന്നത്. ആ മരത്തിൻ്റെ മുകളിലത്തെ ശാഖയിൽ തട്ടിയാണ് കതിരവനും അഭിമന്യുവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി 1-2 കെട്ടിരിപ്പടികളൂടെ വരാനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിനു മുമ്പ് തിരിച്ചിറങ്ങി. കാരണം അപ്പോഴത്തേനും സമയം ഏകദേശം 9:30 അടുത്തിരുന്നു. പിന്നെ മാത്രമല്ല കെട്ടുത്സവം എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ നല്ല തിരക്കായിരിക്കും, റോഡും നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ.